എടക്കരയിൽ മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ 980 40ഓളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ഖുർആനെ ഒഴിവാക്കി പോയി. ആ സമയത്ത് ശംസുൽ ഉലമയെ ക്ഷണിക്കാൻ വേണ്ടി എന്റെ ബാപ്പയുള്ള അടക്കമുള്ള ആളുകൾ വന്നു. അവരോട് പറഞ്ഞു വരാന്ന് പറഞ്ഞ് ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ സ്റ്റേജിൽ കയറിയാ പിന്നൊരാൾ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ആ വാക്കിന്റെ പൊരുള് എന്ന് ബാപ്പാനെ പോൽ തുറക്കുക അന്നും മനസ്സിലായിട്ടില്ല. ഇതേപ്പറ്റി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാര് തന്റെ മുരീദന്മാരോട് പറഞ്ഞ്, അങ്ങനെ അന്ന് അവര് പറയാനുള്ള കാരണം അവിടെ ആ സ്റ്റേജിന്റെ മുകളിൽ ഹബീബായ റസൂലുണ്ട് പ്രസംഗം കഴിയുന്നവരെ. പറയുന്നത് മനസ്സിലായില്ലേ? ഓർക്കല്ല, വെള്ളത്തിന്റെ സ്റ്റേജ് ആരുണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ. കാരണം അവിടെ ദീനെ തകർക്കാണ്. അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ ആരാ? ദീന് തകർക്കാണെങ്കിൽ പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ ആരാ? റസൂലുള്ളാഹി ആരാ? ലിതുഖ്രിജന്നാസ, നിങ്ങളാണ് ഏത് കാലത്തും ജനങ്ങളെ വെളിച്ചത്തിലാക്കേണ്ടത് അല്ലാഹു പറഞ്ഞല്ലേ. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ എന്ന് മാനാണ് വെച്ചോക്ക് വഹാബി. റസൂലുള്ളാഹിന്റെ സമ്മതത്തോടുകൂടെ അല്ലാതെ അവരത് ഏറ്റിട്ടുമില്ല. ഹബീബിന്റെ സാന്നിധ്യത്തിലല്ലാതെ അന്നത്തെ പ്രസംഗം നടന്നിട്ടുമില്ല എന്ന് തൃപ്പൻചേ മൗലവി പറഞ്ഞു. ആ കേട്ട ആളുകൾ നീ വെച്ചിരിപ്പുണ്ട്, നാളെ കോഴിക്കോട്ട് വരി ആളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന് സനത് എവിടെയാണ്? സനദിന്റെ കയ്യിലുണ്ട്. അതിന് സനദിന്റെ കയ്യിലുണ്ട്. ആകെ അങ്ങനെ ഉണ്ടാവൂല. അത് തൃപ്പൻചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത് കേട്ട 1 ഡസൻ ആളെ നാളെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നേരാണ്. എന്തിന്? എന്റെ വകുപ്പ്, ഞാൻ പറയുന്ന വകുപ്പ് അതിന്റെ അപ്പുറത്താണ്. ഞാൻ പറയുന്നത് തലേന്ന് റസൂലുള്ള വന്നിട്ടുണ്ടാവും ഷെയ്ഖുനാന്റെ അടുത്ത്, മോനെ നാളെ നിന്റെ അടുത്തൊരു കൂട്ടര് വരും, ആ പണി ഏറ്റാളട്ടാന്ന് റസൂലുള്ള തലേന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നടക്കാൻ പോണ കാര്യം ആര് വന്ന് പറഞ്ഞിട്ടുണ്ടാവും? അതിന്റെ ദീനിന്റെ കാര്യമാണ്, മോനെ അത് ഏറ്റാളാ എന്ന് ആര് പറഞ്ഞിട്ടുണ്ടാവും? റസൂലുള്ള പറയും. റസൂലുള്ള പറയാതെ അവര് പറയില്ല. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ മാനില്ലാതെന്നോവർ. ആരാ ചൊല്ല് എന്നുള്ളത്? ചൊല്ല് എന്നുള്ളത് ചിലപ്പോ അള്ളാഹ് പറയും, ഇലാമായിട്ട് ചിലപ്പോ മുത്തുനബിയും പറയും, മുത്ത് മുഹമ്മദ് മുസ്തഫ.